presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Health. Magic, magic, oh. It's kitchen magic, oh, oh. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ പുലാവ് റൗണ്ടാണ്. സോ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര കളർഫുൾ ആയിട്ട് കുറേ വെജീസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ യമുന ചേച്ചി വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അത് കാണാനും ഉണ്ട് മുഖത്ത്. അല്ല ഞാൻ നോർത്തിലല്ലേ, ഇത് ശരിക്കും പുലാവ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു ഡിഷാണ്. പുലാവ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് തന്നെ അത് ഉണ്ടാക്കാനും പറ്റും. എന്താണോ നമുക്ക് അപ്പോൾ അവൈലബിൾ അത് വെച്ചിട്ട് അത് ചെയ്യാം. പിന്നെ അതിനകത്ത് ഈ വലുതായിട്ട് ഞാൻ മസാലയൊന്നും ചേർക്കാറില്ല. ഞാൻ മീൻസ് ഞങ്ങൾ നോർത്തിലേക്ക് ഞാൻ അധികം മസാല ചേർക്കാറില്ല. പിന്നെ മല്ലിയിലയൊക്കെ വെച്ചിട്ട് വെജിറ്റബിൾസും മല്ലിയിലയും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഫ്ലേവറാണ് മെയിൻ ആയിട്ട് അതിൽ നിൽക്കുന്നത്. അപ്പം ഇന്ന് നമുക്കത് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കഴിച്ച് ശീലിച്ച് ഞാനിപ്പോൾ കുക്ക് ചെയ്ത് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന പുലാവ് ഞാൻ ഇന്ന് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കുന്ന സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു. സോ അതെന്തായാലും സംതിങ് സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? സോ നമുക്ക് പുലാവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. സോ പുലാവിനായ ഇത് എന്ത് അരിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ബസ്മതി റൈസ് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ സോനാ മസൂരി എന്ന് പറഞ്ഞ അരി കിട്ടും. അത് ഈ നീളൻ ചെറിയൊരു അരിയുണ്ട്, അത് ബാംഗ്ലൂരൊക്കെ ചോറ് വെച്ച് കഴിയും. ഇതിന്റെ വേവിൽ എന്തെങ്കിലും പ്രത്യേകത? അങ്ങനെ അത് നമുക്ക് നോർമൽ ബസ്മതി അരിയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള നോർമൽ വേവ് തന്നെ. സോ ബസ്മതി റൈസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കത്തിൽ തന്നെ കളേഴ്സ് ഉണ്ടോ? നമ്മൾ 3 കളേഴ്സ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജിഞ്ചർ, ഗീ, പിന്നെ ഇതെന്താണ് ഉപ്പ്. ഇത് നമുക്ക് എന്താ പറയാ, ഇത് നമുക്ക് ശരിക്കും ഇടുന്നില്ല, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കിസ്മിസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നല്ല ജീരകം, ചെറിയ ജീരകം. പിന്നെ സ്റ്റാർനൈസ് ഉണ്ട്, തക്കോലം ഉണ്ട്. ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വലിയ ഉള്ളി, ഒനിയൻ, സവാള ഉണ്ട്. പിന്നെ പട്ടാണി, അതായത് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ്, ടൊമാറ്റോ, പൊട്ടാറ്റോ, പിന്നെ കൊറിയാൻഡർ ലീവ്സ്, പിന്നെ പച്ചമുളക്. ഇത്രയൊക്കെയാണ് നമ്മുടെ പുലാവിന് ആവശ്യമായിട്ടുള്ള. ഇനി നിങ്ങളുടെ വീട്ടിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, അതും ആഡ് ചെയ്യാം. കോളിഫ്ലവർ ആഡ് ചെയ്യാം, പിന്നെ ബ്രോക്കോളി ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ മഷ്റൂം ആഡ് ചെയ്യാം, പിന്നെ പനീർ വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പൊതുവെ എനിക്ക് തോന്നുന്നു ഈ വെജിറ്റേറിയൻസ് നോൺ വെജിന് പകരം ഈ പനീർ, സോയ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രോക്കോളി, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും. സോ നമ്മൾ പക്ഷേ ഇവിടെ പക്ക നമ്മുടെ ഒരു ഒതന്റിക് ട്രഡീഷണൽ വെജിറ്റബിൾ എന്താ പറയുക മിക്സ് ഓഫ് വെജിറ്റബിൾസിന്റെ ഒരു പുലാവാണ്. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുപ്പ് കത്തിക്കൽ ചടങ്ങാണ്. കത്തിച്ച് നമുക്ക് അരി കഴുകി ആദ്യം അരി ഒന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, ഒരു സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇടാം. സോ നമ്മൾ കുക്കറിലേക്ക് നെയ്യാണ് ആദ്യത്തെ ചടങ്ങ്. നെയ്യ് ഒന്നൊരുകട്ടെ. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ആദ്യം ഒഴിച്ചല്ലേ? ജീരകം ഒരു നുള്ള്, ജീരകം പൊട്ടി. അതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഇടാം. നമുക്കിത് 2 രീതിയിലും ഉണ്ടാക്കാം. ഈ വെജിറ്റബിൾ സോട്ടേ ചെയ്ത് അതിലേക്ക് അരി ഇട്ടിട്ട് അങ്ങനെയും കുക്ക് ചെയ്യാം. റൈസ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ബിരിയാണിക്കും ചെയ്യാറുണ്ട്. ബിരിയാണിക്ക് പിന്നെ ഓവറായിട്ട് കുറേ സ്പൈസസ് യൂസ് ചെയ്യും. ഈ എന്താ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേലീസ്, ഒരുപാട് സാധനങ്ങൾ നമ്മൾ ബിരിയാണിയുടെ ഫ്ലേവറിന് യൂസ് ചെയ്യും. പക്ഷേ പുലാവ് അങ്ങനത്തെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ളൊരു സാധനമല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള. കാരണം നമ്മൾ അതിൻ്റെ കൂടെ ഇത്തിരി മറ്റേ എന്താ പറയുക റൈത്ത എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഈ കടുകെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാറൊക്കെ കടുകെണ്ണയിൽ അവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഒരു ലേശം ഉപ്പൂടിടാം. ഇനി ഇതാണ്ടോ ഒന്ന് ഉള്ളി നല്ല ബ്രൗൺ ആയി, അതിലേക്ക് നമുക്ക് അരി ഇടാം. കഴുകി ഊറ്റി വെച്ച അരിയാണ്. സാധാരണ ബിരിയാണിയുടെ അരി കുറച്ചേരം വെള്ളത്തിലിട്ട് വെക്കില്ലേ? അപ്പൊ ഈ പുലാവിന് അങ്ങനെ വേണ്ട. വേണമെങ്കിൽ ചെയ്യാം. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വെള്ളത്തിയിട്ട് അധികം വെക്കാറില്ല.
ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അധികം സമയം വേണ്ട. ഈ ക്യാരറ്റ് അതിലിട്ടാണോ വേവിക്കുന്നത്? അല്ലല്ല, സെപ്പറേറ്റ് ആണോ? അപ്പോൾ എനിക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണം. ക്യാപ്സിക്കം ഇതുപോലെയാണ് അരിയേണ്ടത്? എല്ലാം അതേ ഒരു സ്ക്വയർ ഷേപ്പ് ക്യൂബ്. ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. കണ്ടോ, ഒന്ന് നെയ്യിൽ നല്ലതായി. അരി മുങ്ങി നിൽക്കുന്ന വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട, കുക്കറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഒരു വിസിലടിക്കട്ടെ. റൈസ് ഒരു വിസിലടിച്ച് മാറ്റി വെച്ചു. ഞാൻ അടുത്ത പാൻ വെച്ചു വെജിറ്റബിൾ സോട്ടേ ചെയ്യാൻ. പാൻ ചൂടായി, അതിലേക്ക് നെയ്യ് ഇടുകയാണ്. നെയ്യ് ചൂടായതിലേക്ക് നമുക്ക് ജീരകം ഇടാം. ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ജീരകമാണ്. അപ്പം ജീരകം പൊട്ടി, അതിലേക്ക് നമുക്ക് സവാള ഇടാം. പീസ് ഇടാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇടാം. ക്യാരറ്റ് ഇടാം. പൊട്ടറ്റോ അത് വേവണ്ടേ? പൊട്ടാറ്റോ വേവണം. എന്നിട്ട് ക്യാപ്സിക്കം ലാസ്റ്റ് ഇടാം. ക്യാപ്സിക്കം ഇപ്പം ഇടരുത്. ടൊമാറ്റോ ഇടണം. ഇതൊന്ന് ഇപ്പം ഇടണ്ട, ഇതൊന്ന് വഴറ്റിയിട്ട്. ഇനി അടുത്ത ബീൻസ് ഇടണം. തക്കാളി ഇടാം. ഇനി തക്കാളി. എന്റെ കട്ടിങ്ങിന്റെ ഒരു പെർഫെക്ഷനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതെ, നല്ല ഭംഗിയുണ്ട്. എല്ലാം കറക്റ്റ് സൈസിലാണ് പച്ചക്കറി. പണ്ടൊരു ജഡ്ജി ഒന്നും പറഞ്ഞില്ല ഈവൻ അല്ല, അന്നെടുത്ത അന്നെടുത്ത തീരുമാനം എല്ലാം ഈവൻ ആയിരിക്കും. തീ കുറച്ച് കൂട്ടണം. തീ കൂട്ടുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുന്നു, അതാണ് അതിന്റെ ഒരു പ്രശ്നം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം, വെജിറ്റബിൾസിന് വേവാനുള്ള ഉപ്പ്. ഇനി ഇത് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടേ ക്യാപ്സിക്കം ഏറ്റവും റൈസിൽ മിക്സ് ചെയ്യുമ്പോൾ മാത്രം, ഇതിലിടണ്ട. നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇനി ഒരു നുള്ളു മഞ്ഞപ്പൊടി, ലേശം ഒരു നുള്ളു ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച് കൊണ്ടുവന്ന ഗരം മസാലയാണ്, അതൊരു നുള്ളു. ആവശ്യമുള്ള ഒരു ഗരം മസാലയ്ക്ക് സമീപിക്കുക. ഓക്കെ, വെള്ളം ഒഴിക്കുക. ഓക്കെ, ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. മല്ലിയില ഇടുവോ? മല്ലിയില ഇപ്പം ലാസ്റ്റാ. അപ്പോൾ ഒന്ന് ആ വെജിറ്റബിൾസ് ഒന്ന് കുക്കാവട്ടെ. 5 മിനിറ്റ്. ഈ സമയത്ത് ഒരു പാട്ട് വെറുതെ ഞാൻ പാടിയിട്ട് നമുക്കുള്ള പ്രേക്ഷകരും കൊണ്ട് ഓടിപ്പോണം. ഫ്ലോപ്പ് ആവണം, അതാണ് അതിന്റെ രസം. നീ കൂടെ സപ്പോർട്ട് ചെയ്യും. ഞാൻ സപ്പോർട്ട്. ഏത് പാട്ടാ? എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനന്നു തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ, എന്തിനു നോക്കണ് ഫാഷൻ ഷോ ഒരെണ്ണം വൈറലായിട്ടുണ്ട്. അതിന്റെ ട്രെൻഡിങ് കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അടുത്ത ട്രെൻഡിങ്ങിലേക്ക് പോകാൻ പോകുന്ന വൈറൽ സാധനമാണ് ഇത്. കിടക്കുന്നത് എന്തിന് നോക്കണ് ചന്ദിര നീ ഞങ്ങളെ, ചന്ദിര നീ ഞങ്ങളെ, അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ടാന്ന്. എനിക്ക് ആ പാട്ടാണ് ഓർമ്മ വരുന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ കുക്കായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നമ്മൾ ആ ഫ്ലേവറിന് വേണ്ടി മല്ലിയില ഇടും.
പിന്നെ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്യും, വളരെ കുറച്ച്. അതുപോലെ കാഷ്നട്ട്, മതിയാ? കുറച്ച് കാഷ്നട്ടും. ഇടട്ടോ? ആ, അതെല്ലാം ഇടും, മൊത്തം മല്ലിയില വേണം, തണ്ടും എല്ലാം ഉൾപ്പെടെ. ഇതിന് മല്ലിയുടെ ഫ്ലേവറാണ് വേണ്ട പുലാവിന്. കുറച്ച് കാഷ്നട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് കഴിക്കാം. അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മതിയാ? മൊത്തം ഇടും മല്ലിയില ഫ്ലേവറാണ് വേണ്ടത്. Magic. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. ഹലോ ഗൈസ്, നമസ്കാരം. എന്താവാനായിക്കൊണ്ടിരിക്കുന്നു? പച്ചക്കറി വണ്ടി മറിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇത് കുറച്ച് മാത്രമേ ഇതിൽ എടുക്കുള്ളൂ. അതെ, ബാക്കി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള. നിങ്ങൾ അങ്ങനെയല്ലേ കൈരളി മാക്സിമം ഞങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായാലേ മുതലെടുക്കുന്നുണ്ടല്ലേ? മനസ്സ് നിറഞ്ഞ് നമ്മൾ മുഖം നോക്കി എന്തോ പറയാൻ കാര്യം. ഇവരെപ്പോഴും 2 ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇവർ എപ്പോഴും കഷ്ടപ്പെട്ട് 10-12 ഉണ്ടാക്കുവേ. പക്ഷെ അത് ഈ ചുറ്റുപാടുള്ള ആൾക്കാർ കഴിക്കാറുണ്ട്. എല്ലാരും കഴിക്കാറുണ്ട്. തലയിൽ മാത്രം വെക്കണ്ട. എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. ഇന്ന് കുറച്ച് കഴിക്കോ? ഇന്ന് കഴിക്കാം. അപ്പൊ നമ്മുടെ ഏകദേശം റൈസ് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണോ? സെപ്പറേറ്റ് ചെയ്തു, മിക്സ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് സെപ്പറേറ്റ് ആക്കി. ഇനിയിപ്പോ അല്ലാതെയും ചെയ്യാം. റൈസും വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ വിസിൽ മതി. കറക്റ്റ് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും. വേറെ തരത്തിലുള്ള പൂക്കളാണല്ലേ ഇത് എവിടെ നിന്ന് കിട്ടുന്ന? എല്ലാ ദിവസവും ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഫ്ലോർ നിൽക്കുമ്പോഴേ നന്നായിട്ട് കാണാൻ പറ്റില്ല. ദേവേട്ടൻ എപ്പോഴോ പറഞ്ഞു അങ്ങനെ പൂ വെച്ചിട്ട് ഭംഗിയുണ്ടെന്ന്. പിന്നെ ഇപ്പൊ സ്ഥിരം അതാക്കി. ദേവേട്ടൻ അതൊന്നുമല്ല, ദേവേട്ടൻ ഇപ്പൊ മടുത്തിരിക്കുക. ഓൾറെഡി ഒരു അപ്പം മുട്ടക്കറിയിലും മടുത്തു. ഞാൻ പറഞ്ഞൊന്ന് ഇതാക്കി വെച്ചതാ, ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ചാ ഞാൻ അങ്ങനെ ഇട്ട്. ദേവേട്ടൻ എപ്പോഴേലും വരുമ്പോ നേരിട്ട് ചോദിച്ചു എന്താ അവസ്ഥ ഇത്. അപ്പൊ ഇനിയിപ്പോ എത്ര സമയം കൂടെ എടുക്കുമായിരിക്കും? കഴിഞ്ഞു. ഇപ്പൊ രണ്ടായി ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഉഷാറാക്കി കൊണ്ടുവരും. ഇത് പക്ക നമ്മുടെ ആസാമി പുലാവ. ട്രഡീഷണൽ ആസാമി അരുണാചൽ അവിടുത്തെ പുലാവ. അരുണാചൽ വിട്ടുള്ള കളിയില്ല, അത് വിട്ടുള്ള കളിയില്ല. ജന്മനാട്. സീരിയസ്ലി നമ്മൾ ജീരകം കടുവറുത്ത് യമുനാറാണി എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഇത് കഴിഞ്ഞിട്ട് ഷോ കഴിഞ്ഞിട്ട് ഒരു കട സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. വെള്ളയാണിയാണ് ടൂറിസ്റ്റുകൾക്ക് വരാൻ വേണ്ടിയിട്ട്. കിരീടം പാലത്തിന്റെ അടുത്തൊരു തട്ടുകട. ഞാൻ കേട്ടു. നമ്മുടെ അനീഷ് ഏട്ടനും അപ്സര എന്തോ അല്ലേ അത് ഉദ്ഘാടനം ചെയ്യുന്നത്? ആര്? അതാരാ? നമ്മുടെ സെലിബ്രിറ്റി അതാരാന്ന് പ്രൊമോഷൻ കേൾക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് സെറ്റായി. അതിനെ ഓഫ് ചെയ്യാം. ഞങ്ങള് റൈസ് സെപ്പറേറ്റ് വേവിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മിക്സ് ഓഫ് വെജിറ്റബിൾസും റെഡി ആയിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ഫൈനൽ മിക്സിംഗ്. റൈസ് ഇടുന്നു. കറക്റ്റ് പരുവത്തി വെന്തില്ലേ അരി? അതെ, കറക്റ്റ്. കുഴയാത്ത കണ്ടോ, ഓരോ അരിയായിട്ട് കിടക്കുന്ന. മിക്സ് ചെയ്തിട്ടോ? അല്ല, മിക്സ് ചെയ്തിട്ട് അടുത്ത എല്ലാവർക്കും കഴിക്കാം ഉച്ചയ്ക്ക് കേട്ടോ. ഒരു പാത്രം പുലാവുണ്ട്. മൊത്തം നോക്കിയിട്ടില്ല. ഇനി ഇപ്പം പക്ഷേ മറ്റേ ഇതിൽ എടുക്കല്ലേ, ഒന്ന് ഇരുന്ന് സെറ്റായിട്ട് ഇടാവും, എടുത്ത് വിളമ്പാവും. മറ്റേ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതൊന്ന് സെറ്റാവണം, ഒന്ന് തണുക്കുമ്പോഴേ സെറ്റാവും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണ് സർപ്രൈസ്? ഈ നമ്മുടെ പുലാവ് കഴിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അതിപ്പോ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ജഡ്ജ് ആയിരിക്കും. ജഡ്ജി വന്ന സകലം മൂടും പോയി. പേടിയാ നിങ്ങൾ നന്നായി ചെയ്യുന്നവരല്ലേ? ഇത് അങ്ങനെയല്ല, ഇത് നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെ നമ്മളെല്ലാവരും ഇഷ്ടമുള്ള ഒരാളാണ്. അതിഥിയാണോ വെച്ചാൽ അതിഥിയാണ്, അല്ലെന്ന് വെച്ചാൽ അല്ല. നമ്മുടെ കുടുംബത്തിലുള്ള ആളാണ്. നമ്മുടെ കുടുംബത്തിലെ ആളെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അടുപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് കാണാം, നോക്കാം. അപ്സര
ഞാൻ ഇതിലോട്ട് ചേട്ടാ capsicum ഇടുവാണ്. ഈ കിറ്റിന് കുറച്ച് വെയിറ്റ് കൂടുതലാ. മിസ്റ്റർ പെരേര. അയ്യോ, ഇത് പകുതി വെന്തുപോയി. ഇല്ല ചേച്ചി ഇത് വിട്ടിട്ട് പോകരുത് മാർക്ക്. ഇല്ല. സർപ്രൈസ് ഭയങ്കര സർപ്രൈസ് എന്താ പരിപാടിയൊക്കെ? പുലാവ്. പുലാവാണോ? എന്റെ പുലാവ് ഇവിടെ ഞാൻ നമ്മള് അടുപ്പത്ത് വെച്ചേക്കാ പുലാവ്. കയറിയപ്പോ ഒരു 50 വട്ടം ദേവേട്ടന്റെ പേരാ വരുന്നത്. അത് ശരി, ഞാനാണ് പക്ഷെ അല്ല, ആദ്യമൊക്കെ ഞങ്ങള് ദൈവമേ ദൈവമേ എന്ന് വിളിക്കും. ദേവാ ദേവാ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ഇത് വേറെ ദേവ ഏത് ദേവനാണ്? പക്ഷേ അപ്പോഴാണ് എന്റെ ദേവേട്ടൻ എന്റെ ദേവേട്ടൻ ഓ, എനിക്ക് വയ്യ. ഓംലെറ്റ് ദേവേട്ടനാണ്. ശരിയാ? അയ്യോ ഓംലെറ്റ് അല്ല, മുട്ടക്കറി മുട്ടക്കറി. അല്ലല്ല ഓംലെറ്റ് അല്ലല്ല അല്ല. അപ്പം മുട്ടക്കറി. അതല്ലടാ ഓംലെറ്റ് ഉണ്ടാക്കാൻ ഓംലെറ്റ് അല്ല, എന്നെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു കൊടുത്തില്ലേ? ഓ ഓംപ്ലേറ്റ്. അതായത് രാത്രി വീട്ടിൽ നിന്ന് എംബോസിഷൻ എഴുതി പഠിച്ചു. പക്ഷെ ഇവിടെ രാവിലെ ഒന്ന് പ്രസന്റ് ചെയ്തപ്പം ഓംപ്ലേറ്റ് ആയി. അതിപ്പോഴും ആംപ്ലേറ്റാ. ഇപ്പോഴും ഓംപ്ലേറ്റാ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള നിമിഷമാണ്. കാരണം ഞങ്ങളുടെ കുടുംബാംഗത്തിന്റെ ഒരു കുടുംബം ചേട്ടൻ ഭയങ്കര surprise ദേവേട്ടൻ എത്തിയിരിക്കുകയാണ് അല്ലേ? നമ്മുടെ കുടുംബം കുറച്ചുകൂടി വിശാലമായിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ദേവേട്ട. എന്തുണ്ട് വിശേഷം? എല്ലാം നല്ല വിശേഷം. നല്ല വിശേഷങ്ങൾ. ഇപ്പൊ എന്തൊക്കെയാണ് ഏട്ടൻ? ഒരുപാട് പേരെ ഈ കൺസൾട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ? ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്യണമല്ലോ. വീർക്കാൻ താല്പര്യമുണ്ട്. വീർപ്പിന്റെ അസുഖം ഇടയ്ക്ക് പിടിച്ചു, അത് മാറി. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, അളിയാ നീ ഒരുപാട് മെലിഞ്ഞു, നല്ല തടിയനായിരുന്നു, മെലിഞ്ഞല്ലടാന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞേ, എടാ അന്നൊക്കെ അച്ഛന്റെ ചോറാണ് കഴിച്ചോണ്ടിരുന്നത്, സ്വന്തമായിട്ട് ജോലി തുടങ്ങി എന്ന് പറഞ്ഞ കണക്ക്. അല്ല അപ്സര, നമ്മുടെ കുടുംബത്തിലേക്ക് അതെ, കാരണം നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും യമുന ചേച്ചി എന്തൊരു കാര്യം പറഞ്ഞാലും ഏറ്റവും കൂടുതൽ പറയുന്ന പേര് ദേവേട്ടനാ. ദേവേട്ടന്റെ ഉണ്ടാക്കി കൊടുത്ത മുട്ടക്കറി, അപ്പം, ദേവേട്ടൻ പറഞ്ഞ ഓംലെറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിലൊരു കഥയുണ്ട്. കാരണം ഇവിടെ ഈ കഥ പറഞ്ഞപ്പം നമ്മുടെ ഒരു റൗണ്ടിൽ ചോദിച്ചു. കാരണം ഈ പ്രണയത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളിനെ വീഴ്ത്തിയ ഫുഡ് എന്താണെന്ന് ചോദിച്ചു. മുട്ട കഴിച്ചു അപ്പം മുട്ടക്കറിയാണെന്ന് പറയും. എന്താണ് ശരിക്കും സത്യം? അതാണ് മുട്ടയെ കൂടുതൽ. ഇതുവരെ പോയില്ല ആ കഥ. മുട്ട പ്രണയത്തിന്റെ അതായത് കോവിഡ് കാലത്തായിരുന്നു. പുറത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു സമയം. ഞാൻ ഈ മേഡത്തിന് വന്ന് കാണാൻ വന്നപ്പം മേഡം എന്നെ അപ്പം മുട്ടക്കറിയായിട്ടാണ്. ആ മുട്ടയിലായിരുന്നു കൂടാത്രം. അതാ മുട്ടയിലാണ് അത്ര അപ്പൊ വിശന്ന് പൊറിച്ചിരുന്നോണ്ട് ഭക്ഷണം കിട്ടിയപ്പം ആള് കൊള്ളാമല്ലോ എന്ന് തോന്നിപ്പോയി. അത്രേ ഉള്ളൂ. പക്ഷെ അനീഷ് ഏട്ടാ, ഇത് പറയുമ്പോൾ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഫംഗ്ഷൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി. അപ്പൊ അവിടെ ഒരു പുതിയ ആൾ വന്ന് ദേവേട്ട പരിചയപ്പെടുകയാണ്. എന്ത് ചെയ്യുന്നു? അവള് പറയുന്നത് എന്ത് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഇവിടെ കുക്കിംഗ് വരുമ്പം ദേവേട്ട ഏട്ടാ ഇങ്ങനെ പറഞ്ഞു, ഇത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഈ കുക്കിങ്ങിന്റെ ശരിക്കും റെസിപ്പി അവിടെ നിന്നാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇത് കുക്ക് ചെയ്ത് എന്നെ കൊണ്ട് തരും, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ ഇപ്പൊ ഒന്ന് കഴിച്ചു, അല്പം ഒന്ന് കഴിച്ചു മതി, അല്പം ടേസ്റ്റ് ചെയ്യാനാണ്. ഹലോ, ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ലാഭിച്ചു. കോളിഫ്ലവർ ഉണ്ടല്ലേ? പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, ബട്ടാണി, പിന്നെ പൊട്ടാറ്റോ ഉണ്ട്. പുലാവിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണ്. ഉപ്പ് കറക്റ്റ് ആണ്. പിന്നെ ഒന്നും ഓവർ പവറിങ് അല്ല, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സാധനം. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏത് കറി ഒഴിച്ചാലും അതിന് കൂടെ സംഭവം സ്മൂത്ത് ആണെങ്കിൽ പോകും. നമ്മളേതായാലും ഓവർ പവറിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഏതിൻ്റെ കൂടെ പോകും, പച്ചക്കും കഴിക്കാം, ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം. ആഷ്മിക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും ഇത് അല്ല, ദീപനല്ലേ ഇതൊക്കെ ഉണ്ടാക്കി? അല്ല വീട്ടിൽ ഇത് നല്ല അഭിനയം കേട്ടോ. വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ട് ആണല്ലേ? ഞങ്ങൾ കഴിച്ചു. താങ്ക് യു. അപ്പൊ ഇവിടെ ദേവേട്ടൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ നല്ലൊരു കൃത്യമായൊരു വിശകലനം നടത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷം. പക്ഷേ ഈ പറഞ്ഞാണ് ഇത് ജനത്തിന് പ്രേക്ഷകർ ചിലപ്പോൾ തോന്നുന്നു ഭർത്താവ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണോ ചിലപ്പോൾ സംശയം വരാം. അത് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ, അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. തിരിച്ചു വീട്ടിൽ ചെല്ലണമല്ലോ. റിയാലിറ്റി അറിയാനായിട്ട് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ ദേവേട്ട ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ വളരെ സന്തോഷം. അങ്ങ് ഈ തിരക്കിന്റെ ഓടുന്ന കൂട്ടത്തില് ഞങ്ങളുടെ ചേച്ചി ഇത് ഇവിടെ നടക്കില്ല, നിങ്ങൾ പുലാവ് റെഡിയായി, ഓഫ് ചെയ്തു. പുലാവ് വേണ്ട, ഒരു പാടായി. നമുക്കും അങ്ങ് പോയാലോ ചേട്ടാ? ഇല്ല പോണേ. ഓക്കെ.
ഓക്കെ ഓക്കെ. നിങ്ങൾ ഇത് എങ്ങോട്ട് പോണത്? യമുന ചേച്ചിയും ദേവേട്ടനും കൂടെ ആ വഴിക്ക് അങ്ങ് പോയി. പക്ഷെ പുലാവ് ഞാനും മാത്രമായി. ഗൈസ് നിങ്ങൾ പേടിക്കേണ്ട, പുലാവ് ഓൾ സെറ്റ് ആണ്, റെഡി ടു ഈറ്റ്. കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് നമുക്ക് മിക്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് കളേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് സെർവ് ചെയ്താൽ മതി. അതെ. നമ്മൾ എല്ലാവരും ടേസ്റ്റും ചെയ്തു. പക്ഷെ എല്ലാവരും ലൈവ് ഇപ്പൊ ഒരു അഭിപ്രായം പറഞ്ഞു, സാറ്റിസ്ഫൈഡ് ആയി, കോൺഫിഡന്റ് ആയി. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താവും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ കണക്കാണല്ലോ, ഇതൊരു ആരോഗ്യപരമായ വിമർശനമാണ് കരുതുക. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചേർന്ന് ഒരുക്കുന്ന വിഭവം നമുക്കറിയാം. ഇവരൊന്നും വലിയ ഈ അന്തർദേശീയ തരത്തിലുള്ള ഷെഫുമാരൊന്നും അല്ല. പക്ഷേ അവരുടെ ഉള്ളിലെ കലയോടൊപ്പം തന്നെ ഇതും ഒരു കലയാണെന്ന് കരുതിയിട്ട് ഉറപ്പായിട്ടും നമുക്കറിയാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് നമ്മുടെ, അല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ വിജയം നിങ്ങളെ തേടി ഇരിക്കട്ടെ. താങ്ക് യു അപ്സര. ശരി. Magic. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. Deepan and Yamuna. ദീപനും ദാ വെജ് പുലാവ് തയ്യാറാക്കി മനോഹരമായി ഗാർണിഷ് ചെയ്ത് Yes. ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അവര് കുറെ നേരം സംസാരിച്ച് വായില് വെള്ളം പറ്റിയതല്ലേ, അവരെ തന്നെ വിളിക്കാം. പക്ഷെ അവ വന്ന് ആദ്യം താജ്മഹൽ പൊളിക്കും. അല്ല, താജ്മഹൽ എന്ന് പറയരുത്, അത് മരിച്ച ഒരാളുടെ മേത്ത് കെട്ടിയതാ അത്. ഓ സോറി. അപ്പൊ ഓക്കെ, നല്ല ഫുഡ്, പൊളിച്ച് കഴിക്കാം, അടിച്ചു പൊളിക്കാം. വരൂന്ന് വിളിച്ചല്ലോ, നല്ല ഇറങ്ങും. നേരത്തെ പറഞ്ഞ നവീൻ ബെനിച്ചിച്ച് അവിടെ ഇരിക്കുന്നു. അതുകൊണ്ടാ ഇപ്പൊ വിളിച്ചത് നിങ്ങൾ ആദ്യം. അതെ അതെ, കളിയാക്കി. പ്രസന്റേഷൻ സൂപ്പർ, അടിപൊളി, നല്ല ഗാർണിഷിംഗ് നന്നായിട്ടുണ്ട്, നല്ല റിച്ച് ഇൻ നട്ട്സ്, പ്രൊഫഷണലി അത് അവരങ്ങനെയാണല്ലോ. നന്നായിട്ടുണ്ട്. കാണുമ്പോ തന്നെ കഴിക്കാൻ ഒരു ഇങ്ങനെ ഒരു ക്രേവിങ്സ് വരും. ഇത് ശരിക്കും ഓതന്റിക് ആയിട്ട് ആസാം അരുണാചലിൽ ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യൻ പുലാവ്, വെജ് പുലാവ്. എന്റെ ചെറുതിലുണ്ടെ കഴിച്ച് ശീലിച്ച് വീട്ടിലുണ്ടാക്കി കണ്ട് ശീലിച്ച് ഇപ്പം മക്കൾക്ക് ഡെയിലി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആഴ്ചയിൽ ഒരു 3 ദിവസം ലഞ്ചിന് ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്ന ഇതാ. കാരണം ഇത് എളുപ്പമാണ് ചെയ്യാൻ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ്, പക്ഷെ എളുപ്പമാണ്. അതാണ് ഒരു ആസാമി ടേസ്റ്റ് ഉണ്ട്. ഓ, ആസാമിൽ പോയിട്ടുണ്ടോ? ആസാമി ഞാൻ പോയതാരിക്ക് വേണ്ടി. അല്ല, അതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കൃഷിയേട്ടനൊക്കെ ഫുഡിൻ്റെ എല്ലാം അറിയാം, എല്ലാവിടെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാൻ വേണ്ടി ഇത് നമ്മൾ നെയ്യിൽ ജീരകമാണ് പൊട്ടിക്കുന്നത്, വേറൊന്നുമില്ല. ആദ്യം നെയ്യ് ചൂടാവുമ്പോൾ ജീരകം ഇട്ട് പൊട്ടിക്കും. ജീരകം ഇട്ട് പൊട്ടിച്ചിട്ടാണ് റൈസും വെജിറ്റബിൾസും എല്ലാം സോട്ട് ചെയ്യുന്നത്. ഇവിടെ ആരും അങ്ങനെ ജീരകം പൊട്ടിച്ച് എനിക്കറിയില്ല. റൈസിൽ വെള്ളം ഒഴിക്കത്തില്ല, റൈസിലും വെള്ളം ഒഴിക്കില്ല, അപ്പൊ ഇത് കുഴയത്തില്ല, കുഴഞ്ഞു പോകത്തില്ല. റൈസ് ഈ ജീരകം ഇട്ട് പൊടിച്ചിട്ട് റൈസ് അതിട്ട് നന്നായിട്ട് വെള്ളത്തിലല്ല, ഞാൻ റൈസും കൂടി വെജിറ്റബിൾസും കൂടി ഇട്ട് ഞാൻ മറ്റേ ഇതുണ്ടാക്കുമ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴും ഈ റൈസിനെ എല്ലാം കൂടി വഴറ്റിയിട്ട് അരി ഒന്ന് വെള്ളം തിളപ്പിച്ച് വെക്കും. ആ വെള്ളത്തിനെയാണ് ഇതിന്റെ അകത്തേക്ക് ഒഴിക്കുക, കുഴഞ്ഞു പോകും. ഇതതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. ഓക്കെ, നല്ല ടേസ്റ്റ് തരും. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം കേട്ടോ. പറയാനുണ്ടെങ്കിൽ പറയണം മിസ്റ്റർ. ബീനജിജി, ഞാൻ കാര്യമായിട്ട് വെച്ചായിരുന്നു, ടേസ്റ്റ് ഓക്കെ ആണോ? എക്സ്ക്യൂസ് മീ, എൻ്റെ അടുത്തും കൂടി ചോദിക്കാം. നവീൻ, ടേസ്റ്റ് ഓക്കെ ആണോ? വേറൊരു സത്യം ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ പുലാവ് കഴിച്ചിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് എന്തോ അങ്ങനെ ഉണ്ടാക്കാനും തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ഉണ്ടാക്കിയപ്പോ എനിക്ക് തീർച്ചയായിട്ടും, കാരണം വെറുതെ കഴിക്കാം ചോറ്, വേറൊന്നും വേണ്ട. അത് മാത്രമല്ല, നമ്മളൊരു ചോറ് വെക്കുമ്പോൾ തോരൻ വേണം, അവിയൽ വേണം, സാമ്പാർ വേണം, എത്ര കറി വേണം, സത്യം. എനിക്ക് ഇന്നാണ് അതിന്റെ ഒരു വാല്യൂ മനസ്സിലായത്. കുട്ടികളെ പറ്റിക്ക് എളുപ്പമാണ്. അതെ, സത്യം.
ന്യൂട്രിയൻസ് എല്ലാം ആ വന്നല്ലോ. എവിടെ പോയിക്കുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അല്ല കറക്റ്റാ ന്യൂട്രിയൻസ് പ്രോട്ടീന് വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങി വെക്കാം. ചെയ്താ അതിലൂടെ വേണമെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ട നവീൻ, കഴിക്കാം. ശരി. വേണമെങ്കിൽ പ്ലീസ്. Thank you. നന്നായിട്ടുണ്ട്. ക്രിസ് ആൻഡ് ദിവ്യ വിളിക്കാം. ക്രിസ് ആൻഡ് ദിവ്യ. Okay. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ആണോ? Okay. ക്രിസ്, നല്ല ഞാനും ബീന ചേച്ചി പറഞ്ഞ പോലെ പുലാവ് കഴിച്ചിട്ടില്ല. ഓരോന്നും ഒരു വെറൈറ്റി ടേസ്റ്റ് നല്ലുണ്ട്. ഇനി പിള്ളേർക്ക് സ്കൂളിൽ ഉണ്ടാക്കി കൊടുത്തുവിടാം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. വേറെ ഏതൊരു അഭിപ്രായങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ എതിരെ അഭിപ്രായം ഇല്ലല്ലോ. മാർക്കിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അല്ലേ ആ സുഹൃത്ത്. താങ്ക് യു. അപ്പോൾ ക്രിസ് ആൻഡ് ദിവ്യ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നുകൂടി കഴിക്കാനായിട്ട് ദിവ്യക്ക് തോന്നുകയാണ്. അത് നല്ലൊരു സൂചനയാണ്. അല്ല അത് ആർത്തിയാണ്. അപ്പൊ ഇനിയിപ്പോ കഴിക്കാനായിട്ട് അയ്യോ നമ്മളെ പേടിക്കേണ്ടിയിരിക്കുന്നു. ഇനി വരുന്നു. വിഷ്ണു and നാദിറ. എത്ര ആവേശത്തിലാടാ. പുരസ്കാരം എന്താ വാങ്ങാൻ വരും പോലെ പുള്ളി അങ്ങനെയല്ല ഞങ്ങൾ ആ പവറിലാണ് വിളിച്ചത്. അവാർഡൊന്നുമല്ലല്ലോ കിട്ടാൻ പോണത്. അവാർഡ് ജേതാവ് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകട്ടെ. ദൈവം പറഞ്ഞു ഈ ഇത് തകർക്കരുതെന്ന് പറഞ്ഞു. അപ്പോ നവീൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. ക്രിസ് എടുത്തപ്പോഴത്തേക്ക് ഒരു സൈഡ് ഇടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അശോക ചക്ര അവിടെ തന്നെ ശോകമില്ലാത്ത കോലം. Okay. പ്ലീസ് ഹാവ് ഇറ്റ്. എന്താണ് നിൽക്കണത് സ്റ്റാച്ചു പോലെ എടുത്ത് കഴിക്കുന്നത്. സ്റ്റൈല് ജഡ്ജാണല്ലോ. ഇത് പറയാൻ എന്റെ ഹൃദയം കുറെ നേരം ഇടിച്ചോണ്ടിരിക്കുന്നത്. ആ എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ രണ്ടാമതെടുത്ത് കഴിക്കാൻ കാരണം ഫസ്റ്റ് കഴിച്ചപ്പോഴത്തേക്കും എന്താ മറ്റേ ഇലയുടെ പേര് പുതിനയില മല്ലിയല അതിന്റെ ടേസ്റ്റ് കയറിയെന്ന് വെച്ചത്. രണ്ടാമത് അത് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി എടുത്ത് കഴിച്ചു നോക്കിയത്. പക്ഷെ ഫസ്റ്റ് ടൈം ആ ഇല കയറി വന്നുകൊണ്ടാണ് ആ ടേസ്റ്റ് വന്നത്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി രണ്ടാമതെടുത്ത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് വേവ് ഒക്കെ അരിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി റിപ്പീറ്റ് ചെയ്യരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഭയങ്കര ഡിസ്കഷൻ. നമ്മൾ ഓൾറെഡി ചെയ്താണ്ട് ഈ സാധനമൊക്കെ. ആർക്ക് ഡിസ്കസ് ചെയ്യണ്ടേ? അത് ഇതെടുക്കാൻ തത്തമ്മ വരുമോ? ഓക്കെ മക്കളെ.
അപ്പൊ ശരി. ചെയ്തു വെച്ചത് യമന ചേച്ചിയും ദീപനുമാണ്. ആഡംബരം കാണിക്കുന്നത് വിഷ്ണു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒന്നല്ല, ഞങ്ങൾക്ക് എല്ലാവരുടെയും ഞങ്ങളുടെ പോലെ തന്നെയാണ്. ഇന്നലെ ഇതല്ലല്ലോ പറഞ്ഞത്. അതല്ല, പക്ഷെ തോക്കണം പ്രാർത്ഥിക്കും അവരെല്ലാരും. പക്ഷെ ആർക്ക് സമ്മാനം ഞങ്ങൾ കിട്ടിയാലും തോൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് ഇവിടെ പൂജയും ചെയ്യും. വേറെ കൃത്രിമ പൂജ. അല്ല അതൊരു ചെറിയൊരു എഗ്ഗ്രൗണ്ട്. അല്ലല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത് തോൽക്കാൻ വേണ്ടി. ഇവരുടെ ബാഗിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുടി ഇരിപ്പുണ്ട്. ദീപൻ അനീഷേട്ടാ, നാദ്രയുടെ ബാഗിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുടി ഇരിപ്പുണ്ട്. അനീഷിന്റെ ഉണ്ടോ? അനീഷിന്റെ ഇല്ലല്ലോ മുടി. പാവം. വെട്ടിയ മുടിയൊക്കെ എന്റെ ബാഗിലാണ്. ഞാൻ അതുകൊണ്ടാണ് വിട്ടു കളഞ്ഞത്. ഓക്കെ. എന്തായാലും യമന ചേച്ചി ദീപൻ നിങ്ങളുടെ നല്ല എല്ലാവരും ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്തില്ല നിങ്ങൾ. താങ്ക് യു. ഓക്കെ നന്നായിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു. റെസ്റ്റ് എടുത്തോളൂ. Milma presents Zara Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE Bima Jewelers and Pankaj Kasturi Ortho Health. എന്താ എല്ലാരും ആ ചേച്ചി അവിടെ എക്സ്പെക്ട് ചെയ്യണേട്ടാ. അനീഷേട്ടാ, എങ്ങനെ ഇരിക്കുന്നു? തുടക്കത്തിൽ നമ്മൾ ചെയ്തതാണ്. കേളപ്പേട്ട ഒരു അടിക്ക് കൊള്ളുന്നല്ലേ കേട്ടത്? ഏതാ നല്ല പറയണ പോലെ കേളപ്പേട്ട ഒരു അടിക്ക് കൊള്ളണ്ടെന്നല്ലേ കേൾക്കുന്നത്? റിസൾട്ട് അവൻ അനൗൺസ് ചെയ്യാൻ അല്ലേ? അല്ലേ? നമ്മള് സാധാരണ കുറച്ച് ദിവസം മാറിയിരിക്കുകയായിരുന്നു. ഇപ്പൊ മീൻസ് അങ്ങനെ നമ്മുടെ ഷെഫ് വരുമായിരുന്നു. ഇന്നിപ്പോ നമ്മൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്ത് മാർക്ക് ഇട്ടിരിക്കുന്നത്. ഇവരല്ലേ ജഡ്ജ് ചെയ്തേ? അപ്പൊ ഇവർക്ക് തോന്നുന്നത് ഗസ് അല്ലേ? ആ അങ്ങനെയുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടിട്ടാ? കാരണം നമ്മളല്ലേ ടേസ്റ്റ് ചെയ്തേ. എന്ത് തോന്നുന്നു? യമുനയ്ക്കൊക്കെയാണോ? യമുന ചേച്ചിക്കോ? ആണോ? ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് അറിയില്ല. ചേച്ചിയുടെ അഭിപ്രായം ഗസ്സാണ്. ഞാൻ ചോദിക്കുന്നത് യമുനയ്ക്കാണോ? യമന ചേച്ചിക്കാണ്. നിനക്ക് തോന്നുന്നു? എനിക്ക് ചേട്ടനാണ്. ക്രിസ് ആൻഡ് ദിവ്യ. ഓക്കെ, യമുന ചേച്ചി നിങ്ങൾക്ക് കഴിച്ചിട്ട് ആരോ തോന്നി? പറഞ്ഞു. ഇല്ല, കൃഷ്ണന്റെ നല്ലതാണ്. കൃഷ്ണന്റെ നമുക്ക് ആദ്യമായി കഴിക്കാം. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് അത്. അതുകൊണ്ട് അറിയില്ല. നാദ്രയെ നന്നായിട്ട് ചെയ്തു. ബീന ചേച്ചി ആദ്യമായിട്ട് ചെയ്യാ, എന്നിട്ട് അത് നന്നായിട്ട് ചെയ്തു. അപ്പൊ ഏറ്റവും ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ അതെ, നല്ല ടേസ്റ്റ്, അതെ, ഇപ്പൊ നമുക്ക് ഇവരുടെയും നല്ല ടേസ്റ്റ്. ഏതാണ് ഇപ്പൊ ഇവരുടെയും തോന്നി നല്ല ടേസ്റ്റ്? എനിക്ക് ആദ്യം പക്ഷേ നിങ്ങളുടെ വെച്ചാണ് മറ്റത് ജഡ്ജ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം കഴിച്ചപ്പോ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടോ അങ്ങനെയാണ് നോക്കി. സത്യം പറഞ്ഞാൽ ഒരളവ് പോലുണ്ടായിരുന്നു. അതെ, അവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കായിരുന്നു. ദീപൻ എനിക്ക് ഈ രണ്ടുപേരിൽ ബീനച്ചേച്ചി അല്ലെങ്കിൽ ക്രിസ്റ്റേട്ടൻ ഒരു ക്രിസ്, നാദ്ര, വിഷ്ണു. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കൂല. അവര് സ്ട്രോങ്. അല്ല, എനിക്ക് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇതുവരെ നമ്മളത് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് നമ്മൾ കഴിച്ചത് എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവളത് ഇഷ്ടമായി. ബീന ചേച്ചി സോറി മാറിപ്പോയതാ. എനിക്ക് രണ്ടാളതും സെയിം ആയിട്ടാണ് തോന്നിയത്. ഒരു ടേസ്റ്റ് ഇത് കുറച്ച് സ്പൈസി ആയെന്നുള്ള വ്യത്യാസം മാത്രം എനിക്ക് അങ്ങനെ ഫീൽ ആയി. അല്ല, ഞാൻ പറഞ്ഞത് പുള്ളിക്കാരി പറഞ്ഞ കറക്റ്റാ. എനിക്ക് അവരുടെ രണ്ടുപേരുടെയും എനിക്കതായിട്ട് ഇവര് ഫസ്റ്റ് ടൈം എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് എന്ന് പറയുമ്പോൾ അത് ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ നന്നായിരുന്നു. അവരുടെ രണ്ടുപേരും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഇവരുടെ വേറൊരു പറയാൻ പറ്റൂല. ഓരോരുത്തരുടെ ഇതിലല്ലേ ചൂടൻ റിസൾട്ട് പറയൂ അനീഷേട്ടാ. ഒന്നും മോശമല്ലായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. പക്ഷെ പ്രതീക്ഷകളെല്ലാം വിരാമമിട്ടുകൊണ്ട് പ്രതീക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് തകർത്തുകൊണ്ട് ബീന നവീൻ സെക്കൻഡ് പ്രൈസ്. വാവ്. മാർക്ക് കൂടി അനൗൺസ് ചെയ്താൽ 23 മാർക്ക്. അടിപൊളി. അത്യാവശ്യം എല്ലാവരും നല്ല മാർക്ക് തന്നെ
ബീന ചേച്ചിയുടെ ഫുഡിന് ഇട്ടിട്ടുണ്ട്? നല്ലതാ. ഫസ്റ്റ് പ്രൈസ് പറയാം. ഫസ്റ്റ് പ്രൈസ് ക്രിസ് ദിവ്യ. ഹലോ. 23.5. 0.5 വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ടല്ലോ. നാദ്ര വിഷ്ണു 19.5. അവസാനമായിട്ട് ഏറ്റവും ഇതായി നിൽക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇരിക്കും, അതായിരിക്കും പറയണത്. ദീപൻ യമുന 23.24. ഫസ്റ്റ് അനൗൺസ് ചെയ്തല്ലോ. അപ്പൊ 2 ഫസ്റ്റ് ആയിരിക്കും. 23.5. അപ്പൊ 23.5. മാർക്ക് 2 പേർക്കാണ്. ക്രിസ് ആൻഡ് ദിവ്യ 2 പേരും എഴുന്നേറ്റിരിക്കും പ്ലീസ്. ഏകദേശം പറഞ്ഞു ഇവർ രണ്ടുപേരും. കറക്റ്റ് ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കണം, ഞങ്ങള് ജെന്യുവിൻ ആണ്. അല്ല, ഞാൻ ആ കാര്യത്തിൽ നിങ്ങളെ സമ്മതിക്കും. ജെന്യുവിനിറ്റി ഉണ്ട്, അവിടെ കള്ളത്തരം കാണിക്കാറില്ല. മാർക്ക് ഇടുന്നതും കാര്യങ്ങളും പറയുന്നതൊക്കെ അതിനകത്ത് നമ്മള് കള്ളത്തരം ചേർക്കുന്നില്ല. ഇവർക്ക് തന്നെ കൂടുതൽ ഇട്ടു. രണ്ടുപേർക്കും ഒരേപോലെ ഇട്ടു. രണ്ടുപേർക്കും ഒരേപോലെയാണ് മാർക്ക്. ഞാൻ 23.5. പ്ലീസ് സമ്മാനം 2 പേർക്ക് ഒരുമിച്ച്. അപ്പോ ഇന്ന് വെജ് പുലാവ് ചെയ്ത് സമ്മാനം നേടിയിരിക്കുന്നത് 2 പേരാണ്. 2 പേർക്ക് 1ാം സ്ഥാനമാണ്. 23.5 ആണ്. ക്രിസ്, ദിവ്യ, യമുന റാണി ആൻഡ് ദീപൻ. നല്ല ക്ലാപ്പ് പ്ലീസ്. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni Case of Bima Jewelers and Pankaja Kasturi Ortho Hair. Enolta, easy and healthy cooking. Anish Revis costumes sponsored by Swayamvara Silks. കേരളത്തിലുടനീളം. അപ്സര കോസ്റ്റ്യൂം കർട്ടസി ജനക് ഡിസൈനർ ട്രിവാൻഡ്രം.